Good morning to all. Good morning, Good Miss. morning, everyone. Good morning, Miss. Good morning, Miss. Yeah, morning. Okay, good morning. നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് പ്രസന്റ് ടെൻസ് കംപ്ലീറ്റ് ആണ് അല്ലെ? എന്തൊക്കെയായിരുന്നു? സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, കണ്ടിന്യൂസ് ടെൻസ്. സോ ഈ 4 ടെൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ നമ്മുടെ പ്രസന്റ് ടെൻസ് എന്താണ്? കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഓക്കെ, ടെൻസ് ഫുള്ള് കംപ്ലീറ്റ് ആയി. യാ, ശരിയാണല്ലോ. ഫുള്ള് പാസ്റ്റ്, ഫ്യൂച്ചർ എല്ലാം കംപ്ലീറ്റ് ആയിരുന്നു. ശരിയാട്ടോ. ഓക്കെ, ഇതുപോലെ ഞാൻ ഓർമ്മപ്പെടുത്തണേ. ഞാൻ മറക്കുന്നതല്ല കേട്ടോ. അത് ഓരോ ക്ലാസ്സിലും എടുക്കുമ്പോ ചിലപ്പോ പെട്ടെന്ന് അത് ഓർത്തിരിക്കണമെന്നില്ല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പൊ പ്രസന്റ് കംപ്ലീറ്റ് ആയല്ലോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഏതെങ്കിലും ടെൻസ് ഡൗട്ട് ഉണ്ടോ? ഉണ്ടോ? ഇല്ല. പറയൂ, സംസാരിക്കൂ. ടെൻസിലെ നമ്മള് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് 3 എക്സാമ്പിൾ എഴുതിയുള്ളൂ. 3 എക്സാമ്പിൾ എഴുതി. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് അല്ലെ? നമുക്ക് ഈ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് നമ്മൾ നോർമലി നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ ഈ പെർഫെക്റ്റ് കണ്ടിന്യൂസ് പൊതുവെ അങ്ങനെ യൂസ് ചെയ്യാറില്ല. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാല്, നമ്മളിപ്പം പറയാണ് ഞാൻ രാവിലെ മുതല് അല്ലെങ്കിൽ ഞാൻ രാവിലെ 9 മണി മുതല് പഠിക്കായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് അത് കാഷ്വൽ ആയിട്ട് സംസാരിക്കുന്ന ടൈമിൽ നമുക്ക് ഈ പെർഫെക്റ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അത് നമുക്ക് വെറുതെ ഒരു കണ്ടിന്യൂസ് വെച്ചിട്ട് പറയാൻ പറ്റും. അപ്പൊ ഐ എം സ്റ്റഡിങ് ഇംഗ്ലീഷ് ഫോർ 6 hours. ഐ എം സ്റ്റഡിങ് ഇംഗ്ലീഷ് ഫോർ 6 hours. അപ്പൊ ഞാൻ ഒരു 6 മണിക്കൂറായിട്ട് ഇംഗ്ലീഷ് പഠിക്കുകയാണ്. ഇങ്ങനെയും നമുക്ക് പറയാം അല്ലെ? അപ്പൊ മോസ്റ്റ്ലി കമ്മ്യൂണിക്കേഷനിൽ അല്ലെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ കൺവീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുന്ന സമയത്തോ എപ്പോഴെങ്കിലും നമ്മൾ ഈ കണ്ടിന്യൂസ് അങ്ങനെ പൊതുവെ കണ്ടിന്യൂസ് അല്ല, പെർഫെക്റ്റ് കണ്ടിന്യൂസ് അങ്ങനെ യൂസ് ചെയ്യുന്നതായി കാണാറില്ല. ചെയ്യുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഈ കണ്ടിന്യൂസ് വെച്ചിട്ട് തന്നെ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ പഠിക്കുമ്പോൾ നമ്മൾ എല്ലാ ടെൻസും പഠിക്കാം. കമ്മ്യൂണിക്കേഷനില് ടെൻസ് ഇപ്പോ നമ്മൾ 12 ടെൻസ് പഠിക്കുന്നുണ്ടെങ്കിൽ അതില് ഈ കണ്ടിന്യൂസ് ഒക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി 8 ഇതേ ഉള്ളൂ നമ്മള് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ബാക്കി മറ്റത് യൂസ് ചെയ്യുന്നത് തെറ്റൊന്നുമില്ല കേട്ടോ. നമുക്ക് അത്രയും അറിയാമെങ്കിൽ നമുക്ക് അവിടെ അത് പറയാവുന്നതാണ്. മനസ്സിലായോ? ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഫ്രണ്ട്സ്, ഇത് സമയത്ത് തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞു നമുക്ക് എല്ലാ തിങ്സും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാറില്ല എന്ന് ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്താണ്, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഏകദേശം ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ അല്ലെ? അപ്പൊ അത് വെച്ചിട്ടൊക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്യാം. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, എല്ലാ ടെൻസും കംപ്ലീറ്റ് ആയ സ്ഥിതിക്ക് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഒരു സ്റ്റോറി മേക്ക് ചെയ്യാൻ പറ്റും. ശരിയല്ലേ? നമ്മൾ എല്ലാ ടെൻസും പഠിച്ചു. നിങ്ങൾക്ക് ഏത് ടെൻസ് വേണമെങ്കിലും അല്ലെ എങ്ങനെ വേണമെങ്കിലും സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാം. കഴിഞ്ഞു പോയ കാര്യത്തെ കുറിച്ചും ഭാവിയെ കുറിച്ചും ഇപ്പൊ നടക്കുന്ന കാര്യത്തെ കുറിച്ചും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഒരു എങ്ങനെയാണ് ഒന്ന് ഇമാജിൻ ചെയ്തിട്ട് ചുമ്മാ ഒരു സ്റ്റോറി നിങ്ങളൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കിയേ. ചെയ്യാവോ എന്നല്ല, ചെയ്യണം. നിങ്ങൾ എത്രത്തോളം പഠിച്ചു എന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ബോധ്യം വരണമെങ്കിൽ നിങ്ങൾ സ്വയം കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ, അപ്പൊ ഒന്ന് സ്റ്റോറി ചെയ്യാട്ടോ. ഇതിൽ നാളെ നമ്മള് പഠിച്ചു, ലേൺ ചെയ്തു. ഇനി നമുക്ക് കുറച്ച് റൈറ്റിംഗ് സ്കിൽ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെയാണ് എന്റെ ലിസണിങ്, റൈറ്റിംഗ്, റീഡിങ് ആൻഡ് സ്പീക്കിംഗ്. ഓക്കെ, അതില് റൈറ്റിംഗ് സ്കിൽ നമുക്ക് നോക്കാം. സോ എല്ലാവരും സ്റ്റോറി മേക്ക് ചെയ്യാം. ഓക്കെ, റെഡിയാണോ? മിണ്ടുന്നില്ലല്ലോ. ചെയ്യൂട്ടോ, ചെയ്തേ പറ്റൂ. ഇനി ടെൻസ് കംപ്ലീറ്റ് ആയതിനു ശേഷം ക്ലാസ് നമ്മുടെ ഇനി അധികം ദിവസമൊന്നും ഇല്ല അല്ലെ? അതുകൊണ്ട് പെട്ടെന്ന് അല്ലെങ്കിൽ കുറച്ച് ഡെയിലി സെന്റൻസ് ഒക്കെ ഒന്ന് പറഞ്ഞിരുന്നോന്നുണ്ട് നിങ്ങൾക്ക്. ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സെന്റൻസുകൾ അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ സ്റ്റോറി ഒന്ന് ചെയ്തേ.
എല്ലാവരും സ്റ്റോറി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് ഡെയിലി സെന്റൻസ് നോട്ട്സ് തരാം. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പഠിച്ചാൽ നമുക്ക് എങ്ങനെയെങ്കിലും കുറച്ചെങ്കിലും ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓക്കെ, ചുമ്മാ എല്ലാ ജെൻസും അറിയാം, എല്ലാ ജെൻസും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് തന്നെ സ്റ്റോറി നിങ്ങൾ എഴുതാൻ നോക്കാം. എല്ലാവരും ചെയ്യണം കേട്ടോ. അത് സ്റ്റോറി ആണ്, ആക്ടിവിറ്റി ആണെന്ന് പറഞ്ഞിട്ട് ആരും ലീവ് ചെയ്ത് പോകരുത്. ഓക്കെ, ലീവ് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം. എല്ലാവരും നമ്മൾ ഫേസ് ചെയ്യാം, നമുക്ക് പഠിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും എഴുതും കേട്ടോ സ്റ്റോറി. കുറച്ച് സ്റ്റുഡൻസേ ഉള്ളൂ ക്ലാസ്സില്, അവരെല്ലാവരും ചെയ്യാ. അഞ്ജു, തനിഷ, മരിയ, നയന, ലിസി, സാന്ദ്ര, ഷംസീന, തസ്നി, ഇത്രയും പേരേ ഉള്ളൂ. ഇത്രയും പേരും സ്റ്റോറി എഴുതാം. തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, തെറ്റും എന്നൊരു പേടി ആർക്കും വേണ്ട, തെറ്റും എന്തായാലും. ഓക്കെ, അപ്പൊ എഴുതിക്കോളൂ കേട്ടോ. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഇങ്ങോട്ട് പോയിട്ടില്ല. എഴുതിക്കോളൂ, ഞാൻ ക്യാമറ ഓഫ് ചെയ്യാണ്. ഓക്കെ, എത്ര ടൈം വേണം പറയൂ, നിങ്ങൾ തന്നെ പറയൂ. എത്ര ടൈം വേണം? ഓ 10:40 ആയി. ഇനി നിനക്ക് വരണം, പറയൂ. നിങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരിക്കുന്നേ. ഒരു 10:40, ഒരു 11 മതിയോ? അത്രയും ടൈം മതിയോ? അല്ലെങ്കിൽ ഒരു 11 മതിയോ? ഹാഫ് ആൻ അവർ ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. ഞാൻ വെയിറ്റിംഗ് ആണ് കേട്ടോ. നിങ്ങളുടെ സ്റ്റോറി ചെയ്താൽ ഭയങ്കര രസാ. വെയിറ്റ് ചെയ്യാണ്. സോ സ്റ്റാർട്ട്. ഓക്കെ,
കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞോ? കുറെ പേര് പോയി. ഒരു ആക്ടിവിറ്റി കൊടുത്താൽ എങ്ങനെയാണ്? കുറെ പേര് എന്താ എഴുതി? കംപ്ലീറ്റ് ആയോ? Has anyone completed the work? Anyone? Nobody? ഇതിപ്പോ എത്ര പേര്? 4 പേര് മാത്രമേ ഉള്ളൂ. 4 പേര്. ഓക്കെ, കംപ്ലീറ്റ് ആയി. കംപ്ലീറ്റ് ആയെങ്കിൽ ഒന്ന് പറയൂ കേട്ടോ. കംപ്ലീറ്റ് ആയി. ഓക്കെ, പ്രസന്റ് ചെയ്യൂ കേട്ടോ. Ria and Tia are friends. Today is their school anniversary. Ria and Tia are participating in the program. Ria is for singing and Tia is for dancing. Their programs are completed. Ria sang well and Tia missed a few steps. Tia was upset, but Ria told her it's okay. Ria gave a chocolate to Tia. Then Tia was happy. They are both happy and watched the next program. കറക്റ്റ് ആണല്ലോ. They were happy എന്നാണോ പറഞ്ഞത്? They are happy. They were both happy. ഓക്കെ, കറക്റ്റ് ആണല്ലോ. എല്ലാം കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. സ്റ്റോറി. Thank you, Miss. എങ്ങനെയുണ്ടായിരുന്നു സ്റ്റോറി കംപ്ലീറ്റ് ചെയ്തപ്പോ? എന്ത് തോന്നി? ഭയങ്കര ഹാപ്പി ആയി മാം. എനിക്ക് ഇംഗ്ലീഷിൽ നേരത്തെ തൊട്ട് ഒട്ടും ഒരു ഇതില്ല. എനിക്ക് പേടിയാണ് ഇംഗ്ലീഷ്. പിന്നെ എനിക്ക് വേർഡ്സ് കിട്ടില്ല. നമ്മളിപ്പോ മലയാളത്തിൽ പറയണതിന്റെ വേർഡ്സ് ഇംഗ്ലീഷിലേക്ക് ആക്കാൻ പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ എപ്പോഴും യൂസ് ചെയ്യണതാണെങ്കിൽ ചെറിയ ചില വേർഡ്സുകൾ കിട്ടും. പക്ഷെ എല്ലാം എനിക്ക് അങ്ങനെ കിട്ടില്ല. അപ്പൊ എനിക്ക് അത് കാരണം കൊണ്ടാണ് ഭയങ്കര പേടി. മലയാളം ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോ ആ വേർഡ്സുകൾ കിട്ടില്ല. ചിലപ്പോ നമ്മൾ പറയുമ്പോ അങ്ങ് പറയും, പക്ഷെ എഴുതാൻ നേരത്ത് വേർഡ്സ് കിട്ടില്ല. അതിന്റെ സ്പെല്ലിങ് കറക്റ്റ് ആണോന്ന് ഭയങ്കര പേടി. അങ്ങനെയൊക്കെയുള്ള പേടിയാ മാം. പക്ഷെ ഇപ്പൊ കുറച്ചെങ്കിലും എഴുതി തന്നെ എഴുതിയതാ അല്ലേ? ഇപ്പോഴും കൈയും കാലൊക്കെ വിറയ്ക്കോ? ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കൈയും കാലം വിറയ്ക്കോ? തന്നെ ഇത്ര എഴുതിയല്ലോ. ഒന്നും അറിയാത്തടുത്തുനിന്ന് കുറച്ചെങ്കിൽ കുറച്ച് നമുക്ക് എഴുതാൻ പറ്റി. വലിയ കാര്യമല്ലേ? സത്യം. അപ്പൊ ഇമ്പ്രൂവ് ചെയ്യാ. ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയോ? പഠിക്കുക, ഓരോരോ പുതിയ വേർഡ്സ് പഠിക്കുക, ബുക്സ് വായിക്കുക. അതിലൂടെ ഇമ്പ്രൂവ്മെന്റ്സ് ഒരുപാട് വരും കേട്ടോ. ഞാൻ എന്റെ മോളുടെ ബുക്കാ വായിക്കണത്. മോളിപ്പോ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കണത്. അപ്പൊ അവളുടെ ബുക്ക് ഞാൻ ഇങ്ങനെ വായിക്കും. അപ്പൊ അവൾ എനിക്ക് പഠിപ്പിച്ചു തരും. ഓരോ ഇത് അങ്ങനെയല്ല ഇങ്ങനെയാന്ന് പറഞ്ഞിട്ട് അവൾ എന്നെ പഠിപ്പിക്കും. അപ്പൊ അങ്ങനെ ആ ബുക്കുകൾ ഇങ്ങനെ വായിച്ച്, അപ്പൊ അതിന് മറ്റേ സ്റ്റോറി ഒക്കെ ഉണ്ട്. അപ്പൊ അത് ഞാൻ ഇങ്ങനെ അതിൻ്റെ അകത്ത് ഓരോ ടെൻസ് ഒക്കെ ഇങ്ങനെ നോക്കും. അങ്ങനെയാ. അപ്പൊ അവളെനിക്ക് മലയാളത്തിൽ അത് ഇങ്ങനെയാമേന്ന് പറയുമ്പോ ഞാൻ അപ്പൊ ആ ടെൻസ് നോക്കും. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കണത്, അവളുടെ ബുക്ക് നോക്കിയിട്ട്. ഇപ്പൊ വായിക്കുമ്പോ മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? ഉണ്ട്. പക്ഷെ എനിക്ക് ചില ക്ലാസ്സുകളിൽ എനിക്ക് കയറാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതെനിക്ക് നോട്ട്സ് തന്ന് അങ്ങനെ എഴുതി വെച്ചിട്ടുള്ളൂ. അത് ഓരോ സ്ഥലത്താ നോട്ട്സ് കിടക്കണത്. അപ്പൊ ഇനി എനിക്ക് അതൊന്ന് ഇങ്ങനെ ഇത് ചെയ്ത് പഠിക്കണം. എല്ലാം ഓരോ സ്ഥലത്താ കിടക്കണ കാരണം കൊണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ടാ കിടക്കണേ. അപ്പൊ എനിക്കത് നോക്കിയെടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇനി അത് ഒരുമിച്ച് എഴുതിയിട്ട് എനിക്കത് ചെയ്തിട്ട് പഠിക്കണം. പഠിക്കും കേട്ടോ. കാരണം നന്നായിട്ട് ചേഞ്ച് വരുന്നുണ്ട്. ചേഞ്ച് വന്നിട്ടുണ്ട്. ഇപ്പൊ ഇംപ്രൂവ്ഡ് ആയിട്ടുണ്ട് ഒരുപാട്. അപ്പൊ അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് കോഴ്സ് കംപ്ലീറ്റ് ആയെന്ന് വിചാരിച്ച് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പോകരുത് കേട്ടോ. ഇംഗ്ലീഷിന് ഭയങ്കര ഷോക്കിംഗ് ആണ്. അപ്പൊ അത് കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, എന്നിട്ട് ബുക്സ് വായിക്കുക, വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യുക, സംസാരിക്കുക. ഓക്കെ, ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടല്ലേ? എനിക്ക് ഇപ്പോഴും എന്റെ മേലൊക്കെ ഇങ്ങനെ തരിച്ചു നിൽക്കുക. ഓക്കെ, എനിക്ക് സന്തോഷം. ക്ലാസ്സിലെ ജോലി ചെയ്തിട്ട് ഒരാൾക്ക് ഒത്തിരി ചേഞ്ചസ് വരുന്ന പറയുമ്പോൾ ആസ് എ ടീച്ചർ എനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്.
Okay, Lizzie. Yeah. താങ്ക് യു മാം. Okay, then what's next? Shamsina? Yes, miss. Yeah. Yesterday, a cat was two for killed. Those are different in colors. The mother cat was so excited. All little ones are trying to drink milk. No one haven't opened their eyes. The mother cat was drinking milk from the house without anyone seeing, and she heard a sound of anyone in the house is walking. Then she ran fastly. The little cats will open their eyes after Sundays. Then both of them will be playing well. അത്രേ ഇതുള്ളൂ miss. കറക്റ്റ് ആണ് കേട്ടോ, മിസ്റ്റേക്സ് ഒന്നും തോന്നിയില്ല, ക്ലിയർ ആണ് കേട്ടോ. ഓക്കെ, Thank you, miss. നിസിക്ക് എങ്ങനെയാണെങ്കിൽ, സോറി സോറി ഷംസിക്ക് എങ്ങനെയാണ് ഇംഗ്ലീഷ് എങ്ങനെയാണ് ഇംപ്രൂവ്മെന്റ്സ് തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താണ് മിസ് കുഴപ്പമില്ല. മിസ് ക്ലാസ് എടുത്ത് ടെൻസ് ഒക്കെ പറഞ്ഞു തരുമ്പം ഫുള്ള് മനസ്സിലായി, വേഗം എഴുതാനൊക്കെ പറ്റും. പക്ഷെ ഇങ്ങനെ ഒരു സ്റ്റോറി ഒക്കെ എഴുതാൻ പറയുമ്പോൾ പെട്ടെന്ന് മലയാളത്തിലൊരു സ്റ്റോറി മനസ്സിലേക്ക് വരുന്നില്ല. അതുകൊണ്ടാണ് കിട്ടി വെച്ച് എഴുതിയത്. മലയാളത്തിലെ ഒരു റൈറ്റിംഗ് ഒക്കെ കുറച്ച് വീക്കാണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷും. ലാംഗ്വേജ് പൊതുവെ ബാക്കോട്ടാണ്. ബുക്സ് ഒക്കെ വായിക്കുമല്ലോ, നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല, അതൊരു ബുദ്ധിമുട്ടാണ്. ബുക്സ് വായിക്കും, ഒരു വായന എപ്പോഴും നല്ല, റീഡിങ് ഹാബിറ്റ്സ് നമ്മളൊരു ഹാബിറ്റ് ആയിട്ട് തന്നെ കൊണ്ടുപോകാം. അതൊന്ന് ട്രൈ ചെയ്യൂട്ടോ എല്ലാവരും. ഞാൻ ചുമ്മാ പറയുന്നല്ല, അത് ഫോളോ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും അത് ഒരു 20 ഡേയ്സ് നിങ്ങൾ കണ്ടിന്യൂസ്ലി നിങ്ങൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണെങ്കിൽ വായിച്ചു നോക്കൂ. പിന്നെ അതൊരു ഹാബിറ്റ്സ് ആയിട്ട് മാറും. വായിക്കാതിരിക്കാൻ പറ്റാതെയോ, അത് വായന ശീലാക്കണമെങ്കിൽ അത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ജോണർ നിങ്ങൾ അത് പിക്ക് ചെയ്യുക. അങ്ങനെ കൈൻഡ് ഓഫ് ബുക്ക് അതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ജോണർ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഒരു ബുക്ക് പിക്ക് ചെയ്തിട്ട് അത് വായിക്കുക. അത് വായിക്കുന്നത് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നണം, ഇനിയും വായിക്കണം, നെക്സ്റ്റ് എന്താണ് ക്യൂരിയോസിറ്റിയോട് കൂടി നമ്മൾ വായിക്കണം. അങ്ങനെയാണ് നമ്മൾ റീഡിങ്ങിലൊക്കെ കൊണ്ടുവരാട്ടോ, നമ്മുടെ മൈൻഡ് ഒന്ന് സെറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് അങ്ങനെയാണ്. അല്ലാതെ ബോറടിക്കുന്ന രീതിയിൽ ബുക്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നടപടിയാകില്ല. ഓക്കെ, അതുകൊണ്ട് വായിക്കുക, മലയാളം വായിക്കുക, അതിന്റെ കൂടെ തന്നെ ഇംഗ്ലീഷും കൂടെ കൊണ്ടുപോവാട്ടോ. ഓക്കെ, എല്ലാവർക്കും ഫോൺ അഡിക്റ്റഡ് ആണ്. സോ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് റീഡിങ്ങിലേക്ക് പോകണം. ചെയ്ത് നോക്കൂ. ഓക്കെ ഷംസീന, ധനിഷ. ധനിഷ ക്ലാസ്സിലുണ്ടോ? അഭിന? ഇല്ല, ആരുമില്ലല്ലോ. അപ്പൊ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ, ഞാൻ കുറച്ച് നോട്ട്സ് തരാം നിങ്ങൾക്ക്. നമുക്ക് ഡെയിലി സെന്റൻസ് കുറച്ച് നോട്ട്സ് നോക്കി കേട്ടോ. ജസ്റ്റ് വെയിറ്റ്, ഞാൻ എന്റെ നോട്ട് കൊടുത്തിട്ട് വരാം. ഓക്കെ.
ഓക്കെ, നമുക്ക് എഴുതിയാലോ. കുറച്ച് എഴുതാൻ പറ്റുള്ളൂ, അത്ര ടൈം ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് മാക്സിമം എഴുതാം, എഴുതുന്നത്ര എഴുതാം. കുറെ നിങ്ങൾക്ക് അറിയാവുന്ന വേർഡ്സ് ആയിരിക്കും, അല്ലെങ്കിൽ അറിയാവുന്ന കുറച്ച് സെന്റൻസ് ആയിരിക്കും. അതേപോലെ എന്നാലും എഴുതും. എനിക്ക് പ്രാക്ടീസ് ചെയ്താൽ മാത്രം നമുക്ക് പറയാൻ പറ്റും. കേൾക്കുമ്പോൾ നമ്മൾ ചോദിച്ചു ആ എനിക്ക് അറിയാലോ എന്ന് ചിന്തിക്കില്ല. നമുക്ക് സംസാരിക്കുമ്പോൾ ഇത് വരണ്ടേ അല്ലെ? വരുന്നില്ലല്ലോ. ഇംഗ്ലീഷ് അങ്ങനെയാണ്, വരത്തില്ല. അപ്പൊ പ്രാക്ടീസ് ചെയ്യണം. എഴുതിട്ടോ കേട്ടോ. നെക്സ്റ്റ് ചെയ്യണോ ഞാൻ? നെക്സ്റ്റ് ചെയ്യാതെ ഫസ്റ്റ് ചുമ്മാ ഒരു സെന്റൻസ് തന്നു. ഓക്കെ, I speak English. I speak English. ചുമ്മാ സ്റ്റാർട്ടിംഗ് ആണല്ലോ. I speak English. What can I do for you? What can I do for you? ഞാൻ ഷോർട്ട് ആക്കി എഴുതുന്നുണ്ടോ? What's your program? What's your program? What's the matter? What's the matter? Let's go. Let's go. ഈ let's go, ഈ let's എന്താണെന്ന് അറിയുന്നു നമുക്ക്? Let us. അതാണ് let's. Okay, full form എന്താ? Let us. Short ആണ് let's. Let us go. Let us go എന്ന് പറയുന്നതിന് പകരം let's go എന്നാക്കിയതാണ്. Okay, let's go. Try your best. Try your best. മീനിങ് ഞാൻ പറഞ്ഞില്ല കേട്ടോ. We went together. We went together. We went together. I was talking to a friend. I was talking to a friend. What exactly troubles you? What exactly troubles you? What exactly troubles you? What exactly troubles you? That's unbelievable. That's unbelievable. I was flabbergasted. I was flabbergasted. Okay, meaning meaning. I speak English അറിയാം. അതിന് പ്രത്യേകിച്ച് മീനിങ് പറയേണ്ട ആവശ്യമില്ല. I speak English. ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാം. What can I do for you? ഞാൻ നിനക്ക് എന്താണ് ചെയ്തു തരേണ്ടത്? ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്തു തരേണ്ടത്? What can I do for you? ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്തു തരേണ്ടത്? What can I do for you? What's your problem? What's your problem? What's your program? നിന്റെ പ്രോഗ്രാം എന്താണ്? നിന്റെ പരിപാടി എന്താണ് എന്ന് ചോദിക്കും. What's the matter? പ്രശ്നം എന്താണ്? നിന്റെ പ്രശ്നം എന്താണ്? എന്താണ് കാര്യം എന്ന് ചോദിക്കാം. എന്താണ് കാര്യം? Then let's go. നമുക്ക് പോകാം. Let's go. നമുക്ക് പോകാം. Try your best. നിന്റെ പരമാവധി ശ്രമിക്കൂ. Try your best. നീ
എന്താണ് കഴിവിന്റെ പരമാവധി ശ്രമിക്കൂ എന്നാണ്. ട്രൈ യുവർ ബെസ്റ്റ്. എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കൂ, അല്ലെങ്കിൽ ട്രൈ യുവർ ലെവൽ ബെസ്റ്റ് എന്ന് പറയാം. ട്രൈ യുവർ ബെസ്റ്റ്. ആൻഡ് വി വെന്റ് ടുഗദർ, ഞങ്ങൾ ഒരുമിച്ച് പോയി. ഞങ്ങൾ ഒരുമിച്ചാണ് പോയത് എന്ന് പറയാം. ഞങ്ങൾ ഒരുമിച്ചാണ് പോയത്. വി വെന്റ് ടുഗദർ. വി വെന്റ് ടുഗദർ, ഞങ്ങൾ ഒരുമിച്ചാണ് പോയത്. We went together. ഞങ്ങൾ ഒരുമിച്ചാണ് പോയത്. I was talking to a friend. ഞാൻ എന്റെ ഫ്രണ്ടിനോട് സംസാരിക്കുകയായിരുന്നു. I was talking to a friend. ഞാൻ എന്റെ ഫ്രണ്ടിനോട് സംസാരിക്കുകയായിരുന്നു. Then what exactly troubles you? ശരിക്കും നിന്നെ എന്താണ് ബുദ്ധിമുട്ടിക്കുന്നത്? ശരിക്കും നിന്നെ എന്താണ് ട്രബിൾ ഇരിക്കുന്നത്? What exactly troubles you? എന്താണ് നിന്നെ ബുദ്ധിമുട്ടിക്കുന്നത്? Then that's unbelievable. എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. That's unbelievable. And last one is I was flabbergasted. I was flabbergasted. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. I was flabbergasted. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. I was flabbergasted. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. Okay, clear? Next ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അത്യാവശ്യം കുറച്ച് സെന്റൻസ് ഉണ്ട്, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. Okay? So it's time to wind up today's class. Okay, thank you all. See you all next class. Okay, bye.